വെയിറ്റ്, അത് നല്ല ഐഡിയ അല്ലേ? നമുക്കിനി അങ്ങനെ വരിക ഒരു ഗന്ധർവനെ വിട്ടാൽ എങ്ങനെയിരിക്കും? ഇത് എവിടെ നിന്ന് സ്മെല്ല്? സ്വത്തം പറയടാ, എന്റെ പുതിയ സ്പ്രേ എടുത്തടിച്ചോടാ. നോ മാൻ, നിങ്ങൾ തറക്കിക്കണ്ട, അതപ്പുറം പാല പൂത്തിട്ടുണ്ട്, അതിൻ്റെ മണം. ഗ്രാൻഡ്മ, എനിക്കൊന്ന് കാണാൻ പറ്റുമോ പാല? അങ്ങോട്ടൊന്നും പെൺകുട്ടികൾ പോകാൻ പാടില്ല. ഗന്ധർവൻ കുടിയിരിക്കുന്ന പാലയാ. സിദ്ധു, യു കെയർഫുൾ. അവൾ വല്ല ഗന്ധർവനെ വിളിച്ചു വരുത്തിയ നിന്റെ കാര്യം പോക്ക. അവളായോണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ വിളിച്ചു വരുത്തിയെന്നൊക്കെ ഇരിക്കും. ഗന്ധർവൻ ഞാൻ കേട്ടിട്ടുള്ളൂ. ആക്ച്വലി അതാരാ? ഗന്ധർവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗലോകത്തിലെ പാട്ടുകാരാ. അവരെ ദേവന്മാരുടെ ദാസന്മാരെന്നും പറയാറുണ്ട്. അവരവിടെ സ്വർഗലോകത്ത് വേറെ എന്തെങ്കിലും തെറ്റ് ചെയ്താലോ അല്ലെങ്കിൽ വല്ല കുരുത്തക്കേട് കാണിച്ചാലോ ഇന്ദ്രദേവൻ നേരെ ഇങ്ങോട്ട് പറഞ്ഞേക്കും. ഓ, അപ്പോ ഇവിടെ വന്നാ അവരെന്താ ചെയ്യാ? അതോ, ഇവിടെ വന്ന പറയാൻ പറ്റിയ കാര്യം. മുത്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണോ ഇവളോട് പറയണേ? പോയി കിടന്ന് ഉറങ്ങണി. സിദ്ധു, നിനക്കറിയോ അവര് വന്ന് എന്താ ചെയ്യാന്ന്? ഞാൻ കിടക്കട്ടെ, വാടാ. എന്തിനെ കുറിച്ച് എഴുതും? സാധാരണ ഇവിടെ വന്ന് എന്തെങ്കിലും എഴുതാൻ കിട്ടാറുള്ളതാ. ഇപ്പൊ അതെ, അതുമില്ല. മുത്തു പറഞ്ഞവിടെ അത്രയ്ക്ക് സുന്ദരനാണോ ഈ ഗന്ധർവൻ? അതും എന്നേക്കാൾ സുന്ദരൻ. അങ്ങനെയാണ് എനിക്കൊന്ന് കാണണം. ബട്ട് പുള്ളി ഗേൾസ് വിളിച്ചാൽ മാത്രമല്ലേ വരത്തുള്ളൂ, നമ്മളൊന്നും വിളിച്ചാൽ വരില്ലല്ലോ. എന്നാലും ഞാൻ വിളിക്കാം. ഏതെങ്കിലും ഒരു ഗന്ധർവൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ വിത്തിൻ 5 സെക്കൻഡ് എൻ്റെ മുന്നിൽ വന്നു. ഹേയ് ഡൂഡ്, ദിസ് ഇസ് ടു ബാഡ്. ഗേൾസ് വിളിച്ചാൽ മാത്രമല്ല, ബോയ്സ് വിളിച്ചാലും വരാം. എന്ത് കാറ്റത്? ആരാ ജെല്ലുറന്നിട്ട്? ഹേയ്, അടഞ്ഞു. ഏയ്, ആരത്? ആരാ? ഇത് കൊള്ളാം. അമ്മയെ വിളിച്ചിട്ട് നാം ആരാന്നോ? ഗന്ധർവൻ. ചിത്രശലഭങ്ങളാവാനും മേഘമാലകളാവാനും പാവയാവാനും പറവയാവാനും മാനാവാനും മനുഷ്യനാവാനും നിന്റെ ചുണ്ടിലെ മുത്തമാവാനും നിമിഷാത്രം പോലും ആവശ്യമില്ലാത്ത ഗഗനചാരി. സ്വപ്നത്തിൻ്റെ ഉള്ളിൽ സ്വപ്നോ? ഏയ് ഡൂഡ്, സ്വപ്നത്തിന് മാത്രമേ വരത്തുള്ളൂ അല്ലേ, അല്ലാതെ നേരിട്ട് വരുമൊന്നുമില്ല.
ഇതെന്താ ഒഴിച്ചിട്ടൊന്നും അറിയാത്ത. ഇപ്പം അങ്ങനെയൊക്കെ തോന്നും. അങ്ങനത്തെ സ്വപ്നമല്ലേ കണ്ടുവച്ചേക്കുന്നേ. പിന്നെ ക്ലാസ്സിൽ നിന്ന് വേണം ഡിസപ്പയർ ആവാണല്ലോ. ഇതിലുണ്ടായിരുന്ന വെള്ളം ഗന്ധർവൻ, ഇതെല്ലാം റിയലാണോ? ശിവ ഇതുവരെ കിടന്നില്ലേ? ആ, ഞാൻ വെള്ളം എടുക്കാൻ വന്നേ. എന്നാ പോയി കിടന്ന് ഉറങ്ങ, സമയം ഒരുപാടായി. തോന്നലായിരുന്നോ? ഇഡിയറ്റ്, ഇതെല്ലാം നിന്റെ ഇമാജിനേഷൻ മാത്രം. പിന്നെ ഗന്ധർവൻ, പുള്ളിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഞാൻ വിളിച്ച് ഓടി വരെ. ഞാനിവിടുന്ന് പോകുമ്പോൾ വെള്ളം ഇല്ലായിരുന്നല്ലോ. എന്തിനാവട്ടെ. ഞാൻ കുളിച്ചിട്ട് കുളിച്ചാൽ മതി. ഞാൻ ഫസ്റ്റ് കുളിക്കും, എന്നിട്ട് നീ കുളിച്ചാൽ മതി. ആ ലണ്ടനിൽ ബിക്കിനിട്ട് കുളിക്കാൻ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ഇവിടെ നിന്ന് കുളിക്കാൻ നമുക്ക് നാണം. അതെങ്ങനെ നിനക്കറിയാം? ഇറ്റ്സ് എ കോമൺ തിങ്. അവിടെ ലണ്ടനിൽ ആരെയും തുണിയെടുത്ത് കുളിക്കണം നീ കണ്ടിട്ടുണ്ടോ? അത് ശരിയാണ്. എന്നാടാ? ഒന്നുമില്ലാടാ, ഒന്നുമില്ല. നീ കുളിക്കുന്നില്ലേ? പോയി കുളിക്ക്. നിങ്ങളോ? ഞങ്ങൾ അവള് കുളിച്ച് കഴിഞ്ഞിട്ട് കുളിച്ചോളാം. എന്ത് ബോഡിയാടാ ഇങ്ങനെ കെട്ടാൻ പോണ പെണ്ണിന്റെ ഒരു ഭാഗ്യം. ഞാനൊരു പെണ്ണായിട്ട് ജനിക്കുമായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ കെട്ടി. അതിന് പെണ്ണായിട്ട് ജനിക്കണ്ട, നീ പോയി ഒന്ന് പ്രപ്പോസ് ചെയ്ത് നോക്ക്. ചിലപ്പോ അങ്ങേരങ്ങും പറഞ്ഞാല് മതിയുടെ ഫ്രീ ആയിട്ടിരുന്ന് ബോഡി ഷോ കണ്ടത്. പോയി കുളിക്കടാ. സേതു ഈ ടവല കൊടുത്തേ. എടാ അതെ വരാ, ഒന്ന് അനങ്ങി വാടാ. സോറിയേട്ടാ, സ്ലിപ്പായതാ. അല്ലേലും നിന്റെ ഒക്കെ കണ്ട എവിടെയാന്ന് എനിക്ക് അറിയാം. പോക്കോ. ഇവിടെ കല്ലോ വെള്ളമോ ഒന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെയാ സ്ലിപ്പായത്? എന്തിനാവട്ടെ. ഓ ഗോഡ്, ഒരു കോൾ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ റേഞ്ചില്ല. എന്ത് കഷ്ടോ. കിട്ടി. റേഞ്ച് കിട്ടൂടാ. എവിടെ നിന്ന് ഒരു കൊട്ട കൊണ്ട് വിടും. എടാ ഇങ്ങോട്ട് വാടാ, ഈ പാലച്ചോട്ട് റേഞ്ച് ഉണ്ട്. ആണോ? നല്ല ബെസ്റ്റ് സ്ഥലം. ഒന്ന് മിണ്ടാതെ വാടാ, ആ സ്ത്രീതൊന്നും കേൾക്കണ്ട. മക്കളെ നിങ്ങൾ ഇങ്ങോട്ട് കയറി വാ. ചേട്ടാ ഞങ്ങൾ പോകട്ടോ. ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വന്നേക്കാം. ആരെന്നെ വിളിച്ച്? ഇനി എനിക്ക് തോന്നിയതാണോ? ഇനി എന്തായാലും ഇവിടെ നിൽക്കണ്ട, കയറിപ്പോ. ഇതെന്താ ആരോ പിടിച്ച് വലിക്കുന്ന പോലെ. നിന്റെ ചേട്ടൻ എന്തേ ആ പാലച്ചോട്ട് കിടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട്. പിന്നെ നിന്റെ കയ്യിൽ ആരോ വന്ന് പിടിച്ചു വെച്ചേക്കുമല്ലേ? ഇതൊക്കെ നിന്റെ ഇമാജിനേഷനാ, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇതെന്താ എനിക്ക് ഇങ്ങനെയൊക്കെ ഉറങ്ങാനും പറ്റുന്നില്ല. ആരാ നീ? ഞാൻ കുറേയായി സഹിക്കുന്നു. ഓരാണ് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുക. പറഞ്ഞത് കേട്ടില്ലേ? ഓരാണ് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ. ഹലോ, സുഖല്ലേ ഡൂഡ്? നീ ആരാ? നോം തന്നെ, ഗന്ധർവൻ.